എള്ളോളം തരി പൊന്നെന്തിനാ, തനി തഞ്ചാവൂർ പട്ടെന്തിനാ, തങ്കം തെളിയണ പട്ട് തിളങ്ങണ ചന്തം നിനക്കാടിയെ എന്ന് തുടങ്ങുന്ന പാട്ട് 2020 ജൂൺ മാസത്തിലാണ് ഈ പാട്ടിൻ്റെ ഒരു വീഡിയോ ഒഫീഷ്യലി യൂട്യൂബിൽ അപ്ലോഡ് ആവുന്നത്. ഷൈജു അവറാൻ മ്യൂസിക് ചെയ്തിട്ടുള്ള, അനീഷ് എടക്കുളം പാടിയിട്ടുള്ള കണ്ണൻ മംഗലത്തിൻ്റെ വരികളാണിത്. പാട്ട് ഭയങ്കര ഹിറ്റായിട്ടുണ്ട്. പക്ഷേ ഈ പാട്ടിൻ്റെ വരികളുടെ അർത്ഥത്തിനോട് ചേർന്നാണോ ഈ പാട്ട് ഹിറ്റായിട്ടുള്ളത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞൊരു ഭാര്യയോട് ഭർത്താവ് പറയുന്നതോ അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് നമുക്ക് ആർഭാട കല്യാണമൊന്നും വേണ്ട എന്ന് ഒരു ഭർത്താവ് ഭാര്യയോട് പറയുന്നതോ ആ രീതിയിലൊക്കെയാണ്. പക്ഷേ ഈ പാട്ട് കേരളക്കരയിൽ ഹിറ്റായിട്ടുള്ളത് ഈ വളരെ പ്രായം കുറഞ്ഞിട്ടുള്ള ആളുകൾ, ജസ്റ്റ് കല്യാണപ്രായമായ ഉടനെ അധികം ബന്ധുക്കളൊന്നുമില്ലാതെ ഇനിയിപ്പോൾ ഒളിച്ചോടി കല്യാണം കഴിക്കുകയാണെങ്കിൽ അതും അല്ലെങ്കിൽ കുറച്ചും കൂടി കടന്ന് ഒരല്പം അസൂയ ഉള്ളി വെച്ചിട്ട് ബാലവിവാഹം എന്ന് അതിനെയൊക്കെ വിളിക്കുന്ന ആളുകളെന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. അങ്ങനെ കുട്ടി കല്യാണങ്ങൾക്ക് ഒരുപാട് റീലുകളിൽ പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു പാട്ടാണിത്. ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ അത്തരം കുറേ റീലുകളും പരിപാടികളൊക്കെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. വധുവിനെയോ വരനെയോ കാണാൻ ഒരു കൊച്ചു പോലെ ഇരിക്കും എന്ന് വെച്ചാൽ ഒരു കല്യാണ പ്രായത്തിലേക്ക് എത്തി എന്ന് പറയുന്ന ആ ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല. ആക്ച്വലി അങ്ങനെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എന്നാൽ പോലും നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. അതിൻ്റെ പേരിൽ ഒരുപാട് കമൻസും ഷെയറും ഒക്കെ വന്നിട്ട് ആ റീലങ്ങ് ഹിറ്റാകുന്നു. പിന്നീട് ആ കപ്പിൾസിനെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ തിരിച്ചറിയുന്ന അവസ്ഥയിൽ നമുക്ക് ഫെമിലിയർ ആവുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചില പ്രശസ്ത ഓൺലൈൻ മീഡിയാസിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒളിച്ചോടി പോകുന്ന ആളുകളുടെ ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആങ്കർ വരെയുണ്ട് എന്ന് ഫീൽ ചെയ്യുകയാണ്. ഏറ്റവും ലാസ്റ്റ് ഞാനൊരു ഇൻ്റർവ്യൂ ഇരുന്ന് കണ്ടു. സാധാരണ ഞാൻ അത്തരം ഇൻ്റർവ്യൂസ് മുഴുവൻ ഇരുന്ന് കാണാറില്ല. അങ്ങനെ ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ 18 വയസ്സിൽ താഴെയാണ് കുട്ടിയെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും പിന്നീട് അങ്ങോട്ട് 18 പൂർത്തിയായിട്ടുണ്ട് എന്നവർ വന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ആ വീഡിയോസൊക്കെ കുത്തിയിരുന്ന് കണ്ടു. ഈ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതിന് നീ എന്തിനാണ് അഭിപ്രായം പറയുന്നതെന്ന് ചോദിച്ചാൽ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. മാത്രമല്ല ഇത് റിലേറ്റഡ് കുറച്ച് ഇൻ്റർവ്യൂസ് ഇരുന്ന് കണ്ടു, കുറേ വീഡിയോസ് റെഫർ ചെയ്തു. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത, എനിക്ക് ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങളുണ്ടാവാം, നമുക്കത് കമൻറ്റ് ബോക്സിൽ ആരോഗ്യകരമായി ചർച്ച ചെയ്യാം. ഇങ്ങനത്തെ ഈ കുട്ടി കല്യാണങ്ങളുണ്ടല്ലോ, 18 വയസ്സ് തികയാൻ വേണ്ടി കാത്തിരുന്ന് 18 തികഞ്ഞ ഉടനെ കല്യാണം കഴിക്കുന്ന കുട്ടി കല്യാണങ്ങൾ. ആ കല്യാണങ്ങളിൽ കോമണായി കാണുന്ന പാറ്റേൺസും എനിക്കതിൽ തോന്നിയ പ്രശ്നങ്ങളെയും കുറിച്ചും പറഞ്ഞു തുടങ്ങാം. 18 വയസ്സ് തികയാൻ കാത്തിരിക്കുന്ന നമ്മുടെ വധു. ഈ വധുവിന് 18 തികയുന്നതിന് മുമ്പായിരിക്കും ഇവർക്ക് പ്രണയമുണ്ട് എന്ന് വീട്ടുകാർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ആ പയ്യനെ ഒരു പോക്സോ കേസിൽ പെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കേസിൻ്റെ ഭാഗമായി അവനെ കുറച്ച് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഒന്നെങ്കിലും ഒരു വാശിയായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നാൾ സൈലൻ്റ് ആയിട്ടിരുന്ന് വീണ്ടും ആ പ്രണയം മുട്ടിട്ട് തുടങ്ങുന്നതായിരിക്കും. പിന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, 18 വയസ്സ് തികയുന്നു, അപ്പം തന്നെ രജിസ്റ്റർ മാരേജോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ സഹായത്തോടൊരു കല്യാണ പരിപാടിയൊക്കെ നടത്തുന്നു. ഇതിൻ്റെ റീല് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു, ഇത് വൈറലാവുന്നു. അങ്ങനെ അവരൊരു വൈറൽ കപ്പിളായിട്ട് മാറുന്നു. ഇങ്ങനെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുന്ന, ചെറിയ പ്രായം ഇൻ ദ സെൻസ് കൃത്യം 18 ആവാൻ കാത്തു നിന്ന് കല്യാണം കഴിക്കുന്ന കപ്പിൾസിൻ്റെ ഇൻ്റർവ്യൂസ് എടുക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഒളിച്ചോടിയത് എങ്ങനെയാണ്, നിങ്ങൾ പ്രേമിച്ചത് എങ്ങനെയാണ്, പ്രേമിക്കുന്ന സമയത്ത് നിങ്ങളെ പോലീസ് പിടിച്ചിട്ടുണ്ടോ, നിങ്ങളെ വീട്ടുകാർ അടിച്ചിട്ടുണ്ടോ, ഇടിച്ചിട്ടുണ്ടോ, ഇത് ചോദിക്കാൻ വേണ്ടി മാത്രം 365 ദിവസവും പണിയെടുക്കുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. ഇതിൽ പല ഇൻ്റർവ്യൂസും കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൽ പല ആളുകളും പറയുന്ന ഉത്തരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു കല്യാണം എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കല്യാണം കഴിക്കുന്ന കുട്ടികളുണ്ട്. എന്തിനാണ് വീട്ടിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വരിക? ഒന്ന്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പഠിക്കണം, വീട്ടിൽ ജോലി എടുത്ത് ശീലിക്കണം എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതിനോട് യോജിക്കാൻ പറ്റാതെ മിക്കവാറും ഒരു 14-15 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ വീട്ടുകാർ പറയുന്ന പല കാര്യങ്ങളെയും തിരിച്ചു നിന്ന് എതിർക്കാൻ തുടങ്ങും. അവർ പറയുന്ന പല കാര്യങ്ങളും അങ്ങനെ അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മുന്നോട്ട് പോകണമെന്ന് തോന്നും. ആ ഒരു സമയത്ത് വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമായി എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടല്ലോ എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടാകും. ആൺകുട്ടികളുടെ കേസിലും ഇത് സംഭവിക്കാം കേട്ടോ. ഒരു കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ വീട്ടുകാരെ ഒന്നും ബോധിപ്പിക്കേണ്ട. ആരെയാണോ കല്യാണം കഴിച്ചിരിക്കുന്നത് അയാളുടെ മാത്രം സമ്മതമേ പിന്നീട് ആവശ്യം വരുന്നുള്ളൂ. ഫിനാൻഷ്യൽ കാര്യങ്ങളെ നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു പേജ് ഉണ്ടെങ്കിൽ മാസം 1-2 കൊളാബറേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ റെൻറ്റ് കൊടുക്കും, ചെറിയ പരിപാടികളൊക്കെ നടക്കും. പിന്നീട് അങ്ങോട്ട് പഠിക്കാൻ വേണ്ടി മെനക്കെട്ടില്ലെങ്കിലും കാര്യങ്ങൾ നടക്കുമല്ലോ എന്നൊരു തോന്നലുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടൽ എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടുകാർ 18 വയസ്സ് കഴിഞ്ഞാൽ ആരെങ്കിലും പിടിച്ച് കെട്ടിച്ചു കൊടുക്കും. അങ്ങനെ ആരെങ്കിലും കല്യാണം കഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം എന്നുള്ളൊരു ചിന്തയുടെ പുറത്ത് ചാടി ഇറങ്ങുന്ന ആളുകളുണ്ട്. കാരണം ഒരു പരിചയമില്ലാത്ത ഒരാളോടൊപ്പം ജീവിച്ചു തുടങ്ങുക എന്ന് പറയുന്നത് അതൊരു അരക്ഷിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് വീട്ടുകാർ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. പക്ഷെ അവർ ഞങ്ങൾ തീരുമാനിക്കും, നീ അതങ്ങ് അനുസരിക്കും എന്ന് പറയുന്ന ഒരു ലൈൻ അങ്ങ് സ്വീകരിക്കും. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചിട്ടുള്ള കപ്പിൾസ് അവർ ഒളിച്ചോടി പോകുന്നത്, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ കൂടി തന്നെയുള്ള ഒരു പുഷ് ചെയ്യലുണ്ട്. ഞങ്ങൾ ഹാപ്പിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് റീലുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനിപ്പോൾ എന്താ കുഴപ്പം, എനിക്കും അടിപൊളിയായിട്ട് ജീവിക്കാമല്ലോ എന്ന് പറയുന്നൊരു തോന്നലുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മുഴുവൻ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. ഒരു 90% ഫേക്കാണ്. മറ്റൊന്ന് പിയർ പ്രഷറാണ്.
തൻ്റെ ചുറ്റും നോക്കുമ്പോൾ തൻ്റെ സമപ്രായക്കാരായ ആളുകൾക്കെല്ലാം ഒരു ബോയ് ഫ്രണ്ടോ ഒന്നിലധികം ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സോ ഒക്കെ ഉള്ളത് കാണുമ്പോൾ എനിക്കും വേണം അതുപോലൊരു ലൈഫ് എന്ന് പറയുന്നൊരു തോന്നലുണ്ടാവും. മറ്റൊന്ന് കൗതുകമാണ്. നല്ല താടിയുള്ളതുകൊണ്ട്, നല്ല മുടിയുള്ളതുകൊണ്ട്, മസിലുള്ളതുകൊണ്ട്, ഉയരമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറായി നിൽക്കുന്നു എന്നുള്ള തോന്നലുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ആരാധനയും അതിനെ തുടർന്നുള്ള കൗതുകത്തിൻ്റെ പേരിൽ പ്രണയം തുറന്നു പറഞ്ഞ് അത് വിവാഹത്തിലേക്ക് എത്തിയിട്ടുള്ള കുട്ടികളെയും ഇൻ്റർവ്യൂസിൽ കണ്ടു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനിപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറയാം, ഇതിന് വീട്ടുകാരെ തന്നെ കുറ്റം പറയാനേ പറ്റുള്ളൂ. കാരണം എനിക്കൊരാളെ ഇഷ്ടമാണ്, ഇങ്ങനെ ഒരാളാണ്, സോഷ്യൽ മീഡിയയിലുള്ള ഒരാളാണ്, ഇയാളാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും വീട്ടുകാരങ്ങ് കണ്ണുപൂട്ടി എതിർക്കുകയാണ്. ഇത് പറ്റില്ല എന്ന് പറയുക. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പയ്യനെ ആയിരിക്കും, മിക്കവാറും കേസിൽ പയ്യന്മാരായിരിക്കും, ഒരു വ്യാജ പോക്സോ കേസൊക്കെ കൊടുത്ത് അകത്താക്കും. 8-9 മാസം അവൻ അകത്ത് കിടക്കും, ചിലപ്പോൾ 1 കൊല്ലം അകത്ത് കിടക്കും. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവൻ്റെ ഉള്ളിലും സ്വാഭാവികമായി ഒരു വാശി ഉണ്ടാവും. ചിലപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് പോകുമായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇതിങ്ങനെ ഉള്ളിൽ നിന്ന് വരും. ഇത് ഇഷ്ടമാണ്. നിങ്ങൾക്കതിന് ഇൻഫാക്ച്വേഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മെച്ചുവേർഡ് അല്ലാത്ത ഇഷ്ടം എന്ന് വിളിക്കാം. നിങ്ങൾ എങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാലും അതിലൊരു ഇഷ്ടത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. ഈ ഇഷ്ടം അങ്ങനെ അടിച്ചമർത്താൻ നോക്കിയാൽ കുറച്ചും കൂടി കൂടുതലായിട്ട് അത് ആരുടെ ഉള്ളിലാണോ ഉള്ളത് അവിടെ അത് കുറച്ച് വലുതായിട്ട് ഫീൽ ചെയ്യും. മാത്രമല്ല, ഒരാൾ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിട്ടുകളയാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടാകും. ഈ വാശിപ്പുറത്ത് കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്ത്യയിൽ ലീഗലി ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ 18 ആൺകുട്ടിക്ക് 21 ആണല്ലോ. അങ്ങനെ ഒരു പ്രായം അവിടെ നിലനിൽക്കുന്ന സമയത്ത് അവരവരുടെ ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കുന്നു. ഇതിൽ നീ എന്തിനാ അഭിപ്രായം പറയുന്നത് എന്ന് പറയുന്നൊരു ചോദ്യം ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയുന്ന എല്ലാവരും നേരിടാൻ ഇടയുള്ളതാണ്. അവിടെയാണ് ഇങ്ങനൊരു ചോദ്യം വളരെ വാലിഡ് ആവുന്നത്. എത്രയാണ് കല്യാണം കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം? ചിലർ പറയും പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരു 18 മുതൽ 24 വയസ്സ് വരെയുള്ളൊരു സമയമാണ് വിവാഹം കഴിക്കാൻ പറ്റിയ സമയം. 16-ാം വയസ്സിൽ കെട്ടിച്ചു വിടണമെന്ന് ആവശ്യപ്പെടുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ട്. വേറെ ചില ആൾക്കാർ പറയും ഒരു 26-27 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്, സ്വന്തം കരിയറൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് ലൈഫ് സെറ്റിലായി കഴിയുമ്പോൾ വേണം കല്യാണം കഴിക്കാൻ. വേറെ ചില ആൾക്കാർ പറയും 30കൾക്ക് ശേഷമാണ് കല്യാണം കഴിക്കാൻ ഏറ്റവും നല്ല സമയം. കുറച്ചും കൂടി പക്വത വന്ന് ജീവിതത്തിൽ കുറേ അനുഭവങ്ങളൊക്കെ നേടിയതിന് ശേഷം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട്. യൂട്യൂബിൽ പല വീഡിയോസും കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ, നിങ്ങളുടെ ഐഡിയൽ ഏജിനെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ ഐഡിയൽ പാർട്ട്ണറെ കുറിച്ച് സംസാരിക്കുന്നതാണ് നല്ലതെന്നാണ്. ഓരോ മനുഷ്യനും ബിൽഡായിരിക്കുന്നത് ഓരോ തരം വാല്യൂസിലൂടെയാണ്. ഇപ്പം ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷേ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഈ ദൈവം എന്ന് പറയുന്ന പരിപാടിയിലെ കോമഡികളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കപ്പെട്ട് എന്നാൽ അതേസമയം ഒരു സൈഡിൽ ഭയങ്കര ഭക്തിയിലും ഒക്കെയാണ് ഞാൻ വളർന്നിട്ടുള്ളത്. പിന്നീട് നമ്മുടെ സുഹൃത്തുക്കൾ വന്നു, വേറെയും പരിചയക്കാരും, ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങൾ, ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, കണ്ടിട്ടുള്ള സിനിമകൾ, ഇതൊക്കെ ചേർന്നുകൊണ്ട് എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ട്. മനുഷ്യന്മാരെ ഞാൻ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, സുഹൃത്തുക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എൻ്റെ വീട് ഞാൻ എങ്ങനെ സൂക്ഷിക്കണം, എൻ്റെ പേഴ്സണൽ ഹൈജീൻ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് വാല്യൂസ് ചേരുന്ന ഒരാളാണ് ഞാൻ. ഈ തലയ്ക്കകത്തിരിക്കുന്ന തലച്ചോറ് മാത്രമാണ് ഞാൻ. ഈ പുറമേ കാണുന്ന ബോഡി ഇറ്റ് എക്സിസ്റ്റ്, പക്ഷേ ഞാൻ എന്ന് പറയുന്ന എൻ്റെ വ്യക്തിയുടെ വാല്യൂസ് ഈ തലച്ചോറിനകത്തിരിക്കുന്ന കുറേ ചിന്തകളാണ്. അതിൻ്റെ കൂടെ എനിക്ക് ചില പേഴ്സണൽ ഇൻട്രസ്റ്റുകളുണ്ട്. ചില ആൾക്കാർ പറയില്ലേ, കുറച്ച് തടിച്ചിട്ടുള്ള ഒരാൾ വേണം, കുറച്ച് മെലിഞ്ഞിട്ടുള്ള ഒരാൾ വേണം, കുറച്ച് വെളുത്തിട്ടുള്ള ഒരാൾ വേണം, അല്ലെങ്കിൽ അത്രയും നിറമില്ലാത്ത ഒരാൾ വേണം, ഇത്ര മുടി വേണം, അല്ലെങ്കിൽ മുടി ഇങ്ങനെ പാടുള്ളൂ എന്നൊക്കെയുള്ള കുറേ ഇൻട്രസ്റ്റുകളുണ്ടാവും. അതുപോലെ സിനിമകളെക്കുറിച്ച് നമുക്ക് ഇൻട്രസ്റ്റുകളുണ്ടാവും, പാട്ടുകളെക്കുറിച്ച് ഇൻട്രസ്റ്റുകളുണ്ടാവും, യാത്രകളെക്കുറിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചുമ്മാ വീട്ടിൽ കിടന്നുറങ്ങുന്നതിന് പോലും ഇൻട്രസ്റ്റ് ഉണ്ടാവും. ചിലർക്ക് പുതപ്പ് ഇഷ്ടമല്ല, ചിലർക്ക് പുതപ്പ് വേണം, തലേണയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല, ഇങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റുകളുണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊരു ബൗണ്ടറി ഉണ്ടാവും. നമ്മുടെ മറ്റാരും കടന്നു വരാൻ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു ബൗണ്ടറി ഉണ്ടാവും. ആ ബൗണ്ടറി നമ്മളാദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഏത് കാര്യത്തിലാണ് ആളുകൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് ഇറിറ്റേറ്റ് ആവുന്നുണ്ടാവുക. ഇനി ഭയങ്കര ഇറിറ്റേഷനൊന്നും ഇല്ലെങ്കിലും നമുക്കതങ്ങ് ഇഷ്ടമല്ല. മാത്രമല്ല നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, അതിനകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റണം. ഈ പറയുന്ന കാര്യങ്ങളെ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെയാണ്, ഇതൊക്കെയാണ് എൻ്റെ വാല്യൂസ്, എൻ്റെ ഇഷ്ടങ്ങൾ. ഇങ്ങനൊരാളായാലേ എൻ്റെ ഈ വാല്യൂസും പേഴ്സണൽ ഇൻട്രസ്റ്റുകളും എൻ്റെ ബൗണ്ടറി സ്പേസ് ഇതിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അയക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരാളെയാണ് ഞാനും ഇഷ്ടപ്പെടേണ്ടത് എന്ന് ചിന്തിക്കണമെങ്കിൽ അത് ഞാൻ ആരാണെന്ന് ഞാൻ തിരിച്ചറിയണമല്ലോ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും പല സാഹചര്യങ്ങളിലൂടെയാണ് വളർന്നിട്ടുള്ളത്, പല കാഴ്ചപ്പാടുകളാണ് നമുക്ക് ഉണ്ടാവുക. ചിലതൊക്കെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടി വരും. അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള വാക്കാണ് പറയുക. പക്ഷേ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പക്ഷേ 1-2 കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുമ്പോൾ ആ 1-2 കാര്യങ്ങൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചിന്തിക്കണമല്ലോ. അങ്ങനെ ചിന്തിക്കാനും അയാൾ ഇങ്ങനെയാണ്, പക്ഷെ അതെന്നെ അറ്റാക്ക് ചെയ്യുന്നൊരു സ്വഭാവമൊന്നും അല്ലല്ലോ, ദാറ്റ്സ് ഓക്കെ എന്ന് ചിന്തിക്കാനും, അല്ലെങ്കിൽ അതെനിക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് സമാധാനപരമായി സംസാരിച്ച് പിരിയാം എന്നൊക്കെ ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഇമോഷണൽ മെച്യൂരിറ്റി വേണം. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം,
നമ്മുടെ ഗോൾസും ആഗ്രഹങ്ങളും ഒക്കെയാണ്. അതായത് ലൈഫിൽ നമ്മൾ ഇത്രാം വർഷം ഇന്ന കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനൊരു ജോലിയിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഇങ്ങനൊരു പൊസിഷനിലേക്ക് നമ്മൾ വളരണം. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, നമുക്കും ഉണ്ടാവും. നമ്മൾ ആരെയാണോ പ്രണയിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് അവർക്കും ഉണ്ടാവും. അതിനോട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് മുഴുവൻ കറക്റ്റായിട്ട് വരണം എന്ന് പറയുന്ന അങ്ങനൊരു സയൻറ്റിഫിക് ഇക്വേഷൻ ഒന്നും ഇല്ല. മറ്റേ 10ൽ 10 പൊരുത്തം എന്ന് പറയുന്നത് പോലത്തെ പരിപാടികളൊന്നുമില്ല. ചിലവത് ശരിയാവും, ചിലവത് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞിരിക്കും. പക്ഷേ ഇതിൽ കുറേയെങ്കിലും ശരിയാവണ്ടേ? അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ബാലൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത് ഭീകരമായിരിക്കും. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് എന്ന് സ്വയം തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ പോലും അറിയാതെ പറയാതെ ഇതുപോലെ പല കാര്യങ്ങളും ചിലപ്പോൾ മാച്ചായിട്ടുണ്ടാകും. അതുപോലെ മറ്റൊരു ചോദ്യമാണ് ഈ കല്യാണം കഴിക്കുന്നവർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് എത്ര വേണമെന്നുള്ളത്. 18 വയസ്സ് പൂർത്തിയാകുന്നു, 21 വയസ്സ് പൂർത്തിയാകുന്നു, അപ്പം തന്നെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ അവർ തമ്മിലൊരു 3 വയസ്സിൻ്റെ വ്യത്യാസമാണുള്ളത്. ചില ആൾക്കാർ വിവാഹം കഴിക്കുമ്പോൾ ഒരു 5 വയസ്സ്, ചിലർ 8 വയസ്സ്, 12 വയസ്സ് വരെ വ്യത്യാസമുള്ള എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ അവർ വിവാഹം കഴിക്കുന്ന സമയത്ത് 30 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അതൊരിക്കലും ഞാൻ അംഗീകരിക്കില്ല. അവരുള്ള കാലം നമ്മുടെ ഫ്രണ്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെയാണ് പോയതെങ്കിലും എൻ്റെ അമ്മയ്ക്ക് 28 വയസ്സാകുമ്പോഴേക്കും അച്ഛൻ പടമായി. 4 പിള്ളേരുമായിട്ട് എറണാകുളം നഗരത്തിൻ്റെ ഒറ്റ നടുക്ക് ആ സ്ത്രീ ഒറ്റയ്ക്കാവേണ്ടി വന്നു. അങ്ങനൊരവസ്ഥയൊന്നും ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതൊരു ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാളെ കൊണ്ട് എത്തിക്കാനും പാടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള നിങ്ങളുടെ പാർട്ട്ണർക്കും അറിയാം നിങ്ങൾ തട്ടിപ്പോയി കഴിഞ്ഞാലും പാർട്ട്ണർ വിൽ ബി ഫൈൻ എന്നൊക്കെയുള്ളൊരു സാഹചര്യമൊക്കെ ആണെങ്കിൽ അവിടെ പിന്നെയും ആലോചിക്കാം. പക്ഷേ അല്ലാത്ത പക്ഷം ഞാൻ ഈ കാര്യത്തിനോട് യോജിക്കില്ല. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഒരു ഐഡിയൽ ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് അതെവിടെയായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂസ്, ഇൻട്രസ്റ്റ്, നമ്മുടെ ബൗണ്ടറീസ് ഇതൊക്കെ മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും റെസ്പെക്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരാളാണെങ്കിൽ ഈ ഏജ് ഗ്യാപ്പ് ഒരു വലിയ വിഷയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡിഫറെൻറ്റ് കൾച്ചേഴ്സാണ്. നമ്മളിവിടെ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് ആളുകൾ പല രീതിയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരാളാണെങ്കിൽ കാസർഗോഡ് ഒരു മരിപ്പിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ എന്താ ഇങ്ങനെ, ഞങ്ങളുടെ നാട്ടിലെ ചടങ്ങുകൾ ഇങ്ങനെയല്ലല്ലോ എന്ന്. നിങ്ങൾ കോട്ടയത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും ഡിഫറൻ്റ് ആയിരിക്കും. എന്തിന് കോട്ടയത്ത് തന്നെ ഒരു ജില്ലയുടെ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങേ അറ്റത്തേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 4-5 രീതികൾ കാണാൻ പറ്റും. മനുഷ്യൻ ജനിക്കുന്നതിനും മരിക്കുന്നതിനും കല്യാണം കഴിക്കുന്നതിനും ഒക്കെ ഇവിടെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഉണ്ട്. അതിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാരേജ് ഉണ്ട്. ഒരാൾ ജനിച്ച് വളർന്നു വരുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ കല്യാണത്തെക്കുറിച്ചുണ്ടാകുന്ന സങ്കല്പങ്ങളുണ്ടാവാം. അപ്പോൾ നിങ്ങൾ സെയിം മതത്തിൽ നിന്ന് ജാതിയിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണമെന്നാണോ? അല്ല. നിങ്ങളുടെ വാല്യൂസ്, നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ, നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസ് എന്താണ്, ബൗണ്ടറീസ് എന്താണ്, നിങ്ങളുടെ ഗോൾസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഇമോഷണൽ നീഡ് എന്താണ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാൾ അപ്പുറത്തെ സൈഡിലുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെയാണ് നിങ്ങൾ കണ്ടെത്തുന്നതെങ്കിൽ അയാൾക്ക് തിരിച്ചും അങ്ങനെ ഒരാളെയാണ് കിട്ടുന്നതെങ്കിൽ, അതായത് നമ്മളെപ്പോഴും പാർട്ട്ണർ അങ്ങനെയായിരിക്കണം എന്ന് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ പാർട്ട്ണറോട് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ബാലൻസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഈ പറയുന്ന കൾച്ചറൽ ഷിഫ്റ്റിനെ നമുക്ക് മറികടക്കാൻ പറ്റും. പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രായം, അതും ഇന്ത്യയിലെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര പാടാണ്. 18 ടു ഒരു 24-25 വയസ്സ് വരെയുള്ള പ്രായത്തിന് ഞാൻ നോക്കിക്കാണുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് വികസിച്ചിട്ടില്ലാത്ത, നമുക്ക് കൃത്യവും വ്യക്തവുമായ ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ ട്രെയിൻഡ് ആവേണ്ട ഒരു സമയമാണിത്. ആ സമയത്ത് നമ്മൾ എടുക്കുന്ന എല്ലാ ഡിസിഷനും കറക്റ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ കറക്റ്റ് ആയേക്കാം. അതൊരു പ്രധാന സംഭവമാണ്. നമ്മൾ വിവേകത്തോടെ കൃത്യമായി കാര്യങ്ങൾ നോക്കിക്കണ്ട് നമുക്കൊരു പാർട്ട്ണറെ പിക്ക് ചെയ്യാൻ ആ ഏജിൽ പറ്റുമോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ എവിടെ നിന്ന് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ 18-ാം വയസ്സിനുള്ളിൽ നിങ്ങൾ എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും? കൂടെ പഠിക്കുന്ന കുറച്ച് ആളുകൾ, വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആളുകൾ, ബന്ധുക്കളായിട്ടുള്ള കുറച്ച് ആളുകൾ, കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ആളുകളെ കണ്ടിട്ടില്ല, ലോകത്തെ കണ്ടിട്ടില്ല. വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് തരം ആളുകൾ ജീവിക്കുന്ന ഒരു ലോകമാണ്. അവിടെ ചിലപ്പോൾ നമ്മുടെ ചിന്തകളോടും ആഗ്രഹങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഒരാളുള്ളത് ചിലപ്പോൾ ഭൂമിയുടെ അങ്ങേ അറ്റത്തായിരിക്കും. നിങ്ങൾ കേരളത്തിലും നിങ്ങൾക്ക് പറ്റിയ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളെപ്പോലൊരാളെ ആഗ്രഹിക്കുന്ന ഒരാൾ ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും ഉണ്ടാവുക, നമുക്കറിയില്ല. ഇതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ മാറും കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ 19-ാം വയസ്സിൽ ഒരു അടിപൊളി ആളെ കിട്ടി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ച് 45 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനത്തെ മാറ്റി വെക്കാവുന്ന ചില കേസുകളെ കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഒരു 18-19 വയസ്സുള്ള ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി, അവൻ കണ്ടെത്തുന്ന, അവന് ചേരുന്നു എന്ന് അവൻ വിശ്വസിക്കുന്ന ആളുകൾ അവർ വളരെ ചെറിയൊരു ലോകത്തു നിന്നാണ്. അതും തൻ്റെ തന്നെ പരിസര പ്രദേശത്തു നിന്നായിരിക്കും ചിലപ്പോൾ ആളെ കണ്ടെത്തുന്നുണ്ടാവുക. അപ്പോൾ ആ ജീവിതവും അവിടെ ലിമിറ്റായി പോവുകയാണ്. കാരണം ആ പ്രദേശത്ത് ജീവിക്കാൻ അവിടെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഒരു ജോലി ചെയ്താൽ മതിയായിരിക്കും. പക്ഷേ ഇവൻ്റെ ആഗ്രഹങ്ങളിൽ എവിടെയെങ്കിലും ഒരു വലിയ വീടും കാറും ഉണ്ടെങ്കിലോ അതിലേക്കുള്ള യാത്രയിൽ ഇതൊരു ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് മാറിയാലോ, ആ പെൺകുട്ടിയുടെ ആഗ്രഹങ്ങളിലോ സ്വപ്നങ്ങളിലോ വലിയൊരു എഴുത്തുകാരിയായി മാറുന്നത് ആ ഒരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് ലോകം കാണണം, ഒരുപാട് ആളുകളെ കാണണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിലോ അവിടെയും
ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ലിമിറ്റ് ചെയ്യപ്പെടുകയല്ലേ. മിക്കവാറും പെട്ടെന്ന് കണ്ടുണ്ടാവുന്ന ഒരു ക്രഷിൻ്റെ പുറത്തായിരിക്കും ഈ പറയുന്ന കല്യാണം എന്ന് പറയുന്ന പരിപാടി 18 to 25 ഉള്ളിൽ ലാൻഡ് ആവുക. 25 മുതൽ ഒരു 28 വയസ്സ് വരെയൊക്കെയുള്ള സമയം, 28ഒക്കെ ഭയങ്കര ഹൈ ആണ് കേട്ടോ. പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് 25-26 കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ കൾച്ചറൽ ഇഷ്യൂ ആണ്. നമ്മുടെ ഒരു കല്യാണത്തിൻ്റെ വിൻഡോ എന്ന് പറയുന്നത് ഒരു 18 to 24-25 നാട്ടുകാർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മാട്രിമോണി സൈറ്റുകളിലുള്ള പ്രൊഫൈലുകൾ ബഹുഭൂരിപക്ഷം ഡീൽ ചെയ്യുന്നത് ഈ പറയുന്ന അപ്പനമ്മമാരായിരിക്കും. ബ്രോക്കർമാരെ ഏർപ്പാടാക്കുന്നത് അപ്പനമ്മമാരായിരിക്കും. അപ്പോൾ അവർ തങ്ങളുടെ മക്കൾക്ക് ഒരു ഐഡിയൽ പ്രായം കണ്ടുവച്ചിട്ടുണ്ട്. ആ പ്രായത്തിലുള്ള ഒരാൾ കല്യാണം കഴിക്കുന്നത് ഇത്ര പ്രായത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം. ആൺകുട്ടികൾ ഒരു 28 വയസ്സ് കഴിഞ്ഞ് കിട്ടിയാൽ അതിൻ്റെ കൂടെ തലയിൽ കുറച്ച് മുടിയും കൂടി കൊഴിഞ്ഞാൽ തീർന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. നല്ല വെള്ളത്താടിയും മുടിയൊക്കെ ആയിട്ട് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ അർമാദിച്ച് നടക്കുന്ന ചെക്കന്മാരൊക്കെ ഡൈ ചെയ്യേണ്ട ആവശ്യം വരെ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ഒരു മാരേജ് വിൻഡോ ആണ്. ഒരു 25 to 28 വരെയൊക്കെയുള്ള സമയം. അവിടെയും പക്ഷേ നമ്മൾ എത്ര പേരെ കാണുന്നുണ്ട്, ആരെയൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഒരു വർക്ക് സ്പേസിൽ നമ്മൾ ഒതുങ്ങി പോകുന്നില്ലേ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ഇനി ഒരു 28 to മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 30 മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ കല്യാണം കഴിഞ്ഞ്, ഇപ്പം ഞാനൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ പഠിച്ച ആളുകളിൽ പലരും കല്യാണം കഴിഞ്ഞ് അവരുടെ കുട്ടികളൊക്കെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് സമയത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലർക്ക് ഡിവോഴ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഈ ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കാനുള്ള ഓപ്ഷൻസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ രീതി വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഇതിൽ എക്സെപ്ഷണൽ പരിപാടികളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും പുതിയതായിട്ടൊരു വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ സംബന്ധിച്ച് അയാളുടെ വിൻഡോ വളരെ ചെറുതായിരിക്കും. അല്ലെങ്കിൽ അയാൾക്ക് ഒരാളെ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതായി പോകും. പേഴ്സണലി എന്നോട് ചോദിക്കുകയാണ് ഏതാണ് വിവാഹം കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുറേ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞില്ലേ, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒത്തു വന്നാൽ കറക്റ്റ് ആയിരിക്കുമെന്ന്. അതൊക്കെ ഒത്തുവരുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന, നിങ്ങളോട് ഇഷ്ടമുള്ള ഒരാൾ, അയാൾ ആഗ്രഹിക്കുന്ന ഒരു ഇമേജ് ഉണ്ടാവും. ആ ഇമേജ് ആണ് നിങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രപ്പോസൽ, ഒരു കല്യാണം. ഇനി അതല്ല മറ്റെന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അവരുടെയും കൂടി ഇൻട്രസ്റ്റ് അനുസരിച്ച് എപ്പോഴും പാർട്ട്ണറുടെ പ്രിഫറൻസും കൂടി ഒരു റിലേഷൻഷിപ്പ് ആസ് ആൻ എഗ്രിമെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ പാർട്ട്ണർക്ക് എന്താണ് ആഗ്രഹം, ആവശ്യം എന്നുള്ളതും കൂടി നോക്കിയിട്ട് വേണം അതിലേക്ക് നമ്മൾ കടക്കാൻ. ആൻഡ് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയും. കാരണം ഇതിലെ ഇൻ്റർവ്യൂസിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് പെൺകുട്ടികൾ പറയുന്നൊരു കാര്യം, അവർ 18ാം വയസ്സിൽ വീട്ടിൽ നിന്ന് വന്നതാണ്. ഈ പെൺകുട്ടികൾക്ക് തുടർന്ന് പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഈ പയ്യന്മാർ ഹാർഡ് ലേബറാണ്, എന്ന് വെച്ചാൽ കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ജോലിയും അതിൻ്റെ കൂടെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് കണ്ടന്റ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ഈ പെൺകുട്ടിക്ക് പഠിക്കാൻ പോകാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരിക്കും പറയാം. കൂടുതലും പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ്. ഇനി അവർ പഠിക്കാൻ പോകുന്ന സമയത്ത് അവരുടെ മുന്നിലേക്ക് വരുന്നതും വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു ലോകമാണ് തുറന്നു കിട്ടുന്നത്. അപ്പോഴും ഈ പയ്യന്മാരുടെ കരിയറിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അവരുടെ അതുവരെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ എക്സ്പീരിയൻസും വെച്ച് അവരെന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് അവസ്ഥയിലാണോ ഉള്ളത് അവിടെ തന്നെ തുടരുകയാണ്. നാളെ ഒരു കാലത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പുറത്ത് പലതരം പ്രശ്നങ്ങളുണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, ചിലത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം. അങ്ങനെ ഒരു സമയത്ത് ഇവർ തമ്മിൽ പിരിയാൻ തീരുമാനിക്കുമ്പോൾ ആ ആൺകുട്ടി എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ നിൽക്കുകയാണ്. പെൺകുട്ടി പഠിക്കാൻ പോയിട്ടില്ലെങ്കിൽ അവളും എവിടെയാണോ തുടങ്ങിയിട്ടുള്ളത് അവിടെ തന്നെ നിൽക്കുകയാണ്. പരസ്പരം പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താവും എന്ന് പറയുന്ന ഒരുപാട് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമുണ്ട്. പിരിയാൻ പറ്റാത്ത അവസ്ഥയായി പോവും. ഇനി പിരിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾ അക്സെപ്റ്റ് ചെയ്യുമോ? അതിനുള്ളൊരു ഇമോഷണൽ മെച്യൂരിറ്റിയിലേക്ക് അവർ എത്തുന്നുണ്ടോ? കാരണം വളരെ ചെറിയ പ്രായത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതാണ്. അവരുടെ ലോകം ഒരാൾക്ക് മറ്റേ ആൾ തന്നെയാണ്. അപ്പോൾ അയാൾ ഇല്ലാതാവുന്നു എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന അങ്ങനെ ഒരു ഓപ്പൺ വിൻഡോ എവിടെയും ഇല്ല. ഏതൊരു റിലേഷൻഷിപ്പിലും അത് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി നമ്മൾ പണിത് വെക്കേണ്ട ഒന്ന് എക്സിറ്റ് ചെയ്യാനുള്ളൊരു വിൻഡോ ആണ്. മറ്റേ ആളോടും സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കി സന്തോഷമായിട്ട് ടാറ്റ പറയാൻ പറ്റുന്ന ഒരു ക്ലോസിങ് വിൻഡോ എല്ലാ റിലേഷൻഷിപ്പിലും അത്യാവശ്യമാണ്. അത് ഈ പ്രായത്തിൽ നമുക്ക് പ്രേമിച്ചേ പറ്റൂ, നമ്മൾ എല്ലാ കാലത്തും ഒരുമിച്ചിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ തമ്മിൽ തുടങ്ങി വെച്ചാൽ ആ ഒരു എസ്കേപ്പ് വിൻഡോ ഇല്ലാതാവും. അതിനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരു വേർപിരിയലിന് ശേഷം രണ്ടുപേരും ചിലപ്പോൾ ഒരു 5, 6, 10 വർഷം മുമ്പ് എവിടെയാണോ നിന്നിരുന്നത് അവിടെ തന്നെ ആയിപ്പോവും. കാരണം നിങ്ങൾ ഈ ഇൻ്റർവ്യൂസൊക്കെ കണ്ടു നോക്കുകയാണെങ്കിൽ, ഞാൻ കണ്ടു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ ഓൺലൈൻ മീഡിയക്കാർ ഇതിനെ അങ്ങ് പുഷ്പിച്ച് പൊലിപ്പിച്ച് വെക്കുകയാണ്. നല്ല സിനിമ പാട്ടുകളൊക്കെ ഇട്ട് ഇവർ തന്നെ ചെയ്തിട്ടുള്ള മറ്റേ ഒളിച്ചോടി പോകുന്ന അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പുള്ള റീലും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ മ്യൂസിക്കൊക്കെ കയറ്റി ഭയങ്കര അടിപൊളിയാക്കുകയാണ്. അതായത് ഒരു 18, 21 ഏജ് കറക്റ്റ് ആവുന്ന സമയം നോക്കി ഇന്ന് കല്യാണം കഴിക്കുന്നതൊക്കെ ഭയങ്കര സംഭവം പോലെ ഇവരങ്ങ് പൊലിപ്പിച്ച് വെക്കുകയാണ്. എന്നാൽ ഈ ആളുകൾ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ 3-4 മാസത്തെ പ്രണയത്തിൻ്റെ ഒരു ചൂടിലാണ് ഇവർ വിവാഹം കഴിക്കുന്നത്. 3-4 മാസത്തെ പരിചയം കൊണ്ട് തന്നെ പ്രേമം അസ്ഥിക്ക് പിടിച്ചു എന്നാണ് അവർ പറയുന്നത്. ആ പ്രണയത്തിൻ്റെ ഭാഗമായി +2 തോറ്റു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലിട്ട
ഫോട്ടോ കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്, പക്ഷെ അത് ഫേക്കാണ്. എന്നാൽ ഇവർ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സിലോ അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളുകൾ ഭയങ്കര പബ്ലിസിറ്റി കൊടുക്കാത്തതോ ആയിട്ടുള്ള ചില പോയിന്റുകൾ ചില ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ട്. ഒരു പയ്യൻ അവൻ്റെ കല്യാണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ അല്ല നമ്മുടെ റിയാലിറ്റി, ഇനി അങ്ങോട്ട് ജീവിക്കാൻ ലോൺ എടുക്കേണ്ടി വരും എന്നവൻ പറയുന്നുണ്ട്. കാര്യം രണ്ട് വീട്ടുകാരും അംഗീകരിക്കുന്നില്ല, സ്വന്തമായിട്ടൊരു വീട് എടുക്കേണ്ടി വരുന്നു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം വാങ്ങേണ്ടി വരുന്നു. അതൊരു പ്രഷറാണ്. ഒരു 21-24 വയസ്സിൻ്റെ ഒക്കെ ഇടയിൽ നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ ഒരു സാഹചര്യത്തിൽ ജനിച്ചു വളരുന്ന ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് അവൻ ഏൺ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. മിക്കവാറും ഏൺ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ വീടിൻ്റെ ബാധ്യതയും അപ്പനും അമ്മയും ഉണ്ടാക്കി വെച്ച കടമൊക്കെ തീർത്ത് തുടങ്ങേണ്ടി വരുന്ന ആളുകളുണ്ട്. ചിലർക്ക് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ പോലും ഏൺ ചെയ്ത് തുടങ്ങുന്ന, ഇനി എങ്ങോട്ട് തിരിയണമെന്ന് ചിന്തിക്കുന്ന, കുറച്ച് നാളൊരു ജോലിയിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള സീനിയർ ആയിട്ടുള്ള ആളുകൾ പറയണം, നീ ഇന്ന കാര്യം കൂടി ചെയ്താൽ നിനക്ക് കുറച്ചും കൂടി വളരാൻ പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ അത് ട്രൈ ചെയ്ത് നോക്കുന്നു, കൂടുതൽ വളരുന്നു, കൂടുതൽ കോൺടാക്ട്സ് ഉണ്ടാക്കുന്നു, കൂടുതൽ വലിയൊരു ലോകം നമ്മൾ കാണുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വളർച്ചയുടെ സാധ്യതയുണ്ട്. പക്ഷെ അവന് എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുക, അത് വാങ്ങാനുള്ള പൈസ തികയാതിരിക്കുമ്പോൾ അതിന് കടം വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനാവുക എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഇവൻ അവിടെ ഇരുന്ന് പോവുകയാണ്. എനിക്ക് നല്ല സങ്കടമുണ്ട് അത് ആലോചിക്കുമ്പോൾ. മിക്കവാറും ആൺകുട്ടിക്ക് മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചുമ്മാ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു വീട്ടിലേക്ക് ഒരു മാസത്തേക്ക് പോട്ടെ ഒരാഴ്ചത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ മുഴുവൻ ചുമ്മാ ഒരു പേനയും പേപ്പർ കൊടുത്തിട്ട് എഴുതി നോക്കണം. ഒളിച്ചോടി പോകാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റാണ്, ഒളിച്ചോടി പോകുമ്പോൾ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് ഒരു കൊച്ചു പെൺകുട്ടി ചോദിക്കുന്ന പോലെ. നിങ്ങൾ ഒളിച്ചോടി പോകുമ്പോൾ എന്തൊക്കെ എടുക്കണം എന്നുള്ളതിനേക്കാൾ ഒളിച്ചോടിയതിന് ശേഷം എന്തൊക്കെ ആവശ്യം വരുമെന്നുള്ളത്, ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുക, അവിടെ ഒരാഴ്ചത്തേക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളുടെ പേര് വിവരങ്ങളൊക്കെ എഴുതി കൊണ്ടുപോയിട്ട് ഓരോന്നിൻ്റെ വില എഴുതി നോക്കുക, എന്നിട്ട് കൂട്ടി നോക്കുക. ഇത് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ആ പാവം ചെക്കൻ എത്തിയിട്ടുണ്ടോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പയ്യനോ പെൺകുട്ടിയോ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് എഴുതി നോക്കണം. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഞാൻ +2 തോറ്റാണ്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ എന്ന് ചോദിച്ചു ചെന്നാൽ ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ വാരിക്കൊരു കാശ് തരുമൊന്നുമില്ല. അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ എന്ത് ജോലിക്ക് പോകേണ്ടി വരും? എത്ര നാൾ നിങ്ങൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്യും? പലരും വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ എത്ര നാൾ മാറി നിൽക്കും? ഈ ചെലവിൻ്റെ ഒക്കെ കൂടെ ഈ പെൺകുട്ടിയെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൺകുട്ടികളുണ്ട്. അതവൻ എങ്ങനെ ഹോൾഡ് ചെയ്യും? ഇങ്ങനത്തെ കുറച്ച് സാമൂഹ്യമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ മുന്നിൽ വെച്ചിട്ട് ചിന്തിക്കാനേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് 18-ാം വയസ്സിൽ അടിപൊളി ഒരു അടിപൊളി പാർട്ട്ണർ, എൻ്റെ ലൈഫ് സെറ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇന്ത്യയിൽ നിയമപരമായി എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ. അതിന് ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഒളിച്ചോടാൻ നിൽക്കുന്ന ഒരു കുട്ടി പോലും ഈ വീഡിയോ കാണില്ല. ഒരു കുട്ടി പോലും ഈ വീഡിയോ കാണാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ആളുണ്ടാവും. ചിലപ്പോൾ അത് പയ്യനായിരിക്കും, ചിലപ്പോൾ പെൺകുട്ടിയായിരിക്കും. അപ്പോൾ ഇത്രയും കഥാപ്രസംഗം ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചേ പറ്റൂ എന്ന് പറയുന്നൊരു പ്രഷർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് വീട്ടുകാരാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനൊരു ജീവിത യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇത്രയും ഇമ്പൾസീവായി ഒരു തീരുമാനം എടുക്കുക, വാശിപ്പുറത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഇവരിങ്ങനൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് അതിന് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നത് വീട്ടുകാരാണെന്നാണ് ഇൻ്റർവ്യൂസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഒരു പെൺകുട്ടി പറയുന്നത്, ഞാൻ ഇപ്പോൾ ഇവൻ്റെ കൂടെ പോയിട്ടില്ലെങ്കിൽ ഞാൻ ലോക്കാവും എന്നെനിക്ക് ഉറപ്പാണ്. എന്താണ് ആ ലോക്ക്? അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ പിടിച്ച് കെട്ടിക്കും. 18-ാം വയസ്സിൽ ഒരാളോടൊപ്പം ഒളിച്ചോടി പോയതിൻ്റെ പേരിൽ അത് ശരിയാവില്ല കൊച്ചെന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങുമ്പോൾ 18-ാം വയസ്സിൽ വീട്ടുകാർ ഒരു പരിചയമില്ലാത്തൊരുത്തിന് കെട്ടിച്ചു കൊടുക്കാൻ നിൽക്കുക. പല കുട്ടികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഞാൻ ആലോചിക്കുന്നത്, അവരങ്ങ് പ്രേമിച്ചോട്ടേന്നേ, അവരങ്ങ് ഇഷ്ടത്തോടെ നടന്നോട്ടെ. ഇടയ്ക്ക് വല്ലപ്പോഴും കാണുക, സംസാരിക്കുക, ഫോണിൽ സംസാരിക്കുക, തരക്കേടില്ലാത്ത മാർക്ക് വാങ്ങി പാസ്സാവാനും നല്ല നിലയിൽ കാര്യങ്ങൾ ഒത്തുവരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം എന്ന് പറയുന്നൊരു ഓപ്ഷൻ വെച്ചു എന്ന് വെച്ചിട്ട് പലർക്കും പല കാരണങ്ങളുണ്ടാവും. കുടുംബത്തിൻ്റെ മഹിമയും ജാതിയുടെ അന്തസ്സും പേര് നടക്കുന്ന ചില ആളുകൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവില്ല. അല്ലെങ്കിൽ വേറെയും ചില പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അത്രയും ഡീപ്പായിട്ടുള്ള ഇഷ്യൂസിലേക്ക് പോയിട്ടില്ലാത്ത ഒരാളാണ്. പക്ഷേ നിന്നെ കെട്ടിച്ച് വിട്ടേ പറ്റൂ, ഞങ്ങളത് ചെയ്തിരിക്കും എന്ന് പറയുന്നൊരു പ്രഷർ കൊടുക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് അവളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടുള്ള ആൺകുട്ടിക്ക് ഒരു ഓപ്ഷനും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. എന്തിനാണ്? അവർ പ്രേമിച്ചോട്ടേന്നേ, പിള്ളേരല്ലേ, ഒരു പ്രായമൊക്കെ ആകുമ്പോൾ പ്രേമിക്കണ്ടേ. അങ്ങനെ പ്രേമിച്ച് മുന്നോട്ട് പോകുമ്പോഴല്ലേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇയാൾ എനിക്ക് പറ്റൂല. ചിലപ്പോൾ ഒരു 5 വർഷത്തിന് ശേഷം ഒരിക്കലും തിരിച്ചറിയുക. 9 വർഷത്തിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് 9ാം ക്ലാസ് തൊട്ടോ അങ്ങനെ എന്തോ ഉള്ളൊരു പ്രേമമാണത്. ഇത്രയും വർഷം നീണ്ടു നിന്ന പ്രണയം. പക്ഷേ ആ പെൺകുട്ടിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ കൂടെ ഉണ്ട് എന്നുള്ളത് അവൾക്കൊരു സമാധാനമല്ല. അല്ലെങ്കിൽ അവൾ ഏറ്റവും കൂടുതൽ അവനെ ആഗ്രഹിക്കുന്ന സമയത്ത് അവൻ ഉണ്ടാവാൻ പറ്റില്ല. കാര്യം അവന് ജോലി തിരക്കുണ്ട്, കാര്യങ്ങളുണ്ട്. മാത്രമല്ല അവൻ വളർന്നു വന്നൊരു കുടുംബ സാഹചര്യം വെച്ചുകൊണ്ട് എപ്പോഴും കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ച് ഞാൻ ഒപ്പം ഉണ്ട് എന്ന് പറയുന്ന ഒരു അഷ്വറൻസ് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിയിട്ടില്ല. കാര്യം അവൻ്റെയും ആദ്യത്തെ റിലേഷൻഷിപ്പാണ്, ആ കുട്ടിയുടെയും ആദ്യത്തെ റിലേഷൻഷിപ്പാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവളത് തുറന്ന് പറയുമ്പോഴാണ് അവളെ അങ്ങനെ ട്രീറ്റ് ചെയ്തില്ലല്ലോ എന്ന് പറയുന്നൊരു കുറ്റബോധം അവനുണ്ടാവുന്നത്. ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഇനി ഒരിക്കലും പാച്ചപ്പ് ആവില്ലായിരിക്കും. അവരൊരു ബ്രേക്കപ്പിൻ്റെ വാക്കിലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഒരിക്കലും പാച്ചപ്പ് ആവില്ലായിരിക്കും. പക്ഷേ ഇനിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ
അവനൊരു കാര്യം ഉറപ്പാണ്, ആ പെൺകുട്ടിയെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ചോദിക്കണം, എടാ നീ ഓക്കെ അല്ലേ, കാര്യങ്ങളൊക്കെ നന്നായിട്ടല്ലേ പോകുന്നത് എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു സെൻസ് അവനുണ്ടാകുന്ന, അവൻ്റെ ഒരു പ്രേമം ഉണ്ടായി, ആ പ്രേമം പൊട്ടി, ആ പ്രേമം പൊട്ടാനിടയാക്കിയ കാരണങ്ങളിൽ അവൻ എങ്ങനെ ഒരു ബെറ്റർ പാർട്ട്ണർ ആയിരിക്കണം എന്ന് പറയുന്നൊരു തിരിച്ചറിവ് അവന് കിട്ടുന്നതിലൂടെയാണ്. സോഷ്യൽ മീഡിയയിലെ കലിപ്പൻ കാന്താരി പരിപാടികൾ മാത്രം കണ്ടിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ ആദ്യത്തെ പ്രണയത്തിൻ്റെ മാത്രം ഭാഗമായിട്ട് ഇതിലൊരു ഭയങ്കര ചൈൽഡിഷ് പരിപാടി മനസ്സിലാണെങ്കിൽ, ഒരു ഇൻ്റർവ്യൂവിൽ ഇവർ പയ്യൻ പോക്സോ കേസിലകത്താണ്, അവൻ അകത്തുനിന്ന് പുറത്തിറങ്ങി വരുമ്പോഴേക്കും ആ പെൺകുട്ടി വേറെ പലരോടും പ്രപ്പോസ് ചെയ്തിട്ട് പിന്നെ മെസ്സേജ് ഒന്നും അയക്കാതെ അവരെയൊക്കെ പറ്റിച്ചെന്ന് പറയുന്നൊരു ഇതിലിരിക്കുകയാണ്. പക്ഷേ സങ്കടമുണ്ട്. അതെന്ത് സങ്കടമാണ്? ചിലപ്പോൾ അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായിരിക്കും. പക്ഷേ ഇതിലെവിടെയോ ഒരു സമയം കൊടുക്കലുണ്ടെങ്കിൽ അവർ തന്നെ പതുക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും കുറച്ചുകൂടി ബെറ്ററായിട്ട് ആ പയ്യൻ അത്രയും പ്രഷർ കൊടുക്കേണ്ട കാര്യം എന്താണ്, അവൻ്റെ കരിയറൊക്കെ ഒന്ന് സെറ്റാക്കി വരട്ടെ, പെൺകുട്ടി പഠിക്കട്ടെ. പല ഇൻ്റർവ്യൂസിലും കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലായത് വീട്ടുകാർക്ക് പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ നാട്ടുകാർക്ക് നല്ല ചൊറിച്ചിലുണ്ട്. ഇനി ഇവർ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് റീല് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പം ചില കമൻ്റ് ഇടുന്ന ആളുകൾക്കും നല്ല അസുഖമുണ്ട്. നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ അങ്ങനെ പ്രണയിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ സേഫായി എങ്ങനെ ഇരിക്കാം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കറിയില്ല ആരെയാണ് ഈ പ്രേമിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക നാളെ ഒരു ബ്രേക്കപ്പിൻ്റെ അവസ്ഥ വന്നാൽ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു സേഫ് സോണിൽ നിൽക്കാനുള്ള ഒരു ഉപദേശം കൊടുക്കുക, അവർക്ക് എല്ലാ സിറ്റുവേഷനിലും നമ്മൾ കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പ് കൊടുക്കുക. സ്നേഹം നമ്മൾ പുറത്തുനിന്ന് അന്വേഷിച്ച് ഇത്രയും തിരക്കിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു സാധനമല്ല. ആവശ്യത്തിന് സ്നേഹം നമ്മുടെ കുടുംബത്തുണ്ട്. നീ ആഗ്രഹിക്കുന്നത് പോലെ, നീ ചിന്തിക്കുന്നത് പോലെ, നിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആളുകൾ ഈ ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം എന്ന് പറയുന്നൊരു സാധനം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവർ ഈ പ്രേമിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിക്കുമായിരിക്കും. പക്ഷേ ജീവിതത്തിൽ കുറച്ചും കൂടി മെച്യൂർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ കുറച്ചും കൂടി, ഇപ്പോൾ ആ പയ്യൻ പറഞ്ഞില്ലേ ലോൺ എടുക്കേണ്ടി വരുമെന്ന് പറയുന്ന അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ അവനെ കൊണ്ടെത്തിക്കാതിരിക്കാമല്ലോ. പിന്നെ ചില സ്ട്രഗിൾസൊക്കെ ചില ആളുകളുടെ തീരുമാനങ്ങളാണ്, അവരുടെ ഇഷ്ടങ്ങളാണ്, അവരതൊക്കെ ചെയ്തോട്ടെ, അതിനൊന്നും എതിർക്കല്ല. പക്ഷെ 18-ാം വയസ്സിൽ ഇൻസെൻസിറ്റീവായി ഒരു തീരുമാനമെടുത്ത്, ഇമ്പൾസീവായി ഒരു തീരുമാനമെടുത്ത് അവരൊരു വിവാഹം കഴിക്കുന്നു എന്നതിനെ കുറ്റം പറയുമ്പോൾ അവരെ അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായും എതിരഭിപ്രായങ്ങൾ അടക്കമുണ്ടാവും, അതൊക്കെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായെന്ന് തോന്നിയാൽ മാത്രം പരിഗണിക്കുക.